ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഗീത എനിക്കായി വന്നവൾ. സ്വാമിയുടെ പ്രിയപുത്രിയായി തന്നെ ഭക്തജനങ്ങൾ ഗീതയെ സ്നേഹിച്ചു, ആദരിച്ചു. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളിൽ അതിര് കടന്ന താല്പര്യവും പലർക്കുമുണ്ടായി. സ്വാതന്ത്ര്യമുള്ള മുതിർന്ന ചിലർ ഭഗവാനോട് അടക്കം പോലെ പറഞ്ഞു, ഗീതയെ കാട്ടിലേക്ക് അയക്കണം, അവൾക്ക് പറ്റിയ ഒരു കൂട്ട് കണ്ടെത്തണം, അവൾ കുടുംബജീവിതം നയിക്കണം, അവൾക്ക് കുട്ടികൾ ഉണ്ടാകണം. നിർബന്ധിതമായ ഒരു സന്യാസ ജീവിതം ഗീതയിൽ അടിച്ചേൽപ്പിക്കരുത്, അത് ക്രൂരതയായി പോകും. ഇങ്ങനെ പോയി പ്രാർത്ഥനയുടെ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ. ഇത്തരം പ്രേരണകളും പ്രാർത്ഥനകളും ഏറെയായപ്പോൾ സായീശ്വരി വഴങ്ങിയതുപോലെ നിന്നുകൊടുത്തു. ഇതാണ് മായയുടെ പ്രഭാവം. ഈശ്വരന് ഉപദേശം കൊടുക്കുക, ഭഗവാൻ അത് സ്വീകരിച്ചതായി നടിക്കുക. അങ്ങനെയെങ്കിൽ അങ്ങനെ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. പാതി മനസ്സോടെ ഭഗവാന്റെ അനുമതി. അതോടെ പാപ്പാന്മാരായ വസന്തറാവുവിനും സത്യനാരായണനും ഗീതയെയും കൊണ്ട് വനത്തിലേക്ക് പോകാനുള്ള നിർദ്ദേശം ലഭിച്ചു. 13 ദിവസത്തെ നീണ്ട കാൽനടയാത്ര. ഒടുവിൽ മൂവരും കാട്ടിലെത്തി. തന്നെ എന്തിനായി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നറിയാതെ ഗീതയും കുഴങ്ങി. ഗൃഹസ്ഥാശ്രമത്തിലുള്ള വഴിമരുന്നിടലാണ് ഈ കാനനയാത്ര എന്നവൾക്ക് അറിയില്ലല്ലോ. വനശോഭ അവളിൽ ഗൃഹാതുരത്വം ഉണ്ടാക്കിയില്ല, വന്യവികാരങ്ങൾ അവളിൽ ഉണർത്തിയില്ല. ലോകത്തിലെ ഏറ്റവും മഹത്തായ ആനന്ദം അനുഭവിച്ച ഗീതയ്ക്കിനി എന്തിലാണ് താല്പര്യമുണ്ടാവുക? ഇന്ദ്രിയാതീതമായ ആ പരമസത്യത്തിന്റെ സുഖം ഒരിക്കൽ നുണഞ്ഞാൽ മറ്റേത് ഭോഗവിഷയങ്ങളും തുച്ഛവും അധമവുമായി തോന്നും. ആ ആനന്ദം അനുഭവിക്കാത്തവരാണ് അധപതിച്ചു പോകുന്നത്. അവർ സ്ഥാനമാനങ്ങളിലും കാഞ്ചനകാമത്തിലും കുടുങ്ങിപ്പോകുന്നു. ഗീതയുടെ കഥ അതല്ലല്ലോ. പ്രലോഭനങ്ങൾ. വനത്തിൽ കൂട്ടുകാരനെ തിരയാൻ അവൾ തെല്ലും താല്പര്യം കാണിച്ചില്ല. എന്ത്, മറ്റാനകൾ തന്റെ സമീപം വരാൻ പോലും അവൾ അനുവദിച്ചില്ല. അടുത്തു വന്ന കൊമ്പനാനകളെ അവൾ വീറോടെ ഓടിച്ചകറ്റി. അതോടെ പാപ്പാന്മാർ മറ്റൊരു ഉപായം കണ്ടെത്തി. മാതൃത്വ ചിന്ത അവളിൽ ഉണർത്തുന്നതിനായി പാപ്പാന്മാർ 2 കുട്ടിയാനകളെ ഗീതയ്ക്ക് സമീപം കൊണ്ടുവന്നു. തീർച്ചയായും ആ കുട്ടികളെ കാണുമ്പോൾ അവളിൽ മാതൃചിന്തകൾ ഉണരും, കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കും എന്നൊക്കെ അവർ കരുതി. പക്ഷേ ഗീത ആനക്കുട്ടികളെ ശ്രദ്ധിച്ചതേയില്ല. ലൗകിക ബന്ധനങ്ങളിൽ തന്നെ കുടുക്കാനാണ് ശ്രമമെല്ലാം എന്ന് ഗീതയ്ക്ക് മനസ്സിലായി കാണണം. പാപ്പാന്മാർ തന്നെ സ്വാമിക്ക് സമീപം പോകാൻ അനുവദിക്കില്ലെന്നും അവൾ മനസ്സിലാക്കി. തന്റെ ശക്തി അവർക്ക് മേൽ പ്രയോഗിക്കാൻ ഗീത തുനിഞ്ഞില്ല. അതിനാൽ ഗീതയുടേതായ മാർഗം സ്വീകരിച്ചു. രാത്രിയിൽ തന്റെ സൂക്ഷിപ്പുകാർ ഉറക്കത്തിലായെന്ന് ഉറപ്പായാൽ ഗീത മെല്ലെ നടക്കാൻ തുടങ്ങും. നീണ്ട തുമ്പിക്കൈ നീട്ടി ഉയർത്തി തന്റെ പ്രാണനാഥന്റെ ദിവ്യസുഗന്ധം എവിടെ എന്നവൾ തിരക്കും. പിന്നീട് കാട്ടിൽ കണ്ണീരോടെ മനക്കണ്ണിന്റെ വെളിച്ചത്തിൽ അവൾ നടപ്പ് തുടങ്ങും. രാത്രിയിൽ എപ്പോഴെങ്കിലുമാണ് ഗീത പിടിവിട്ടുപോയ വിവരം പാപ്പാന്മാർ അറിയുക. നടുക്കത്തോടെ അവർ ഗീതയെ തേടാൻ തുടങ്ങും. ഗീതയ്ക്ക് സ്വാമിയെ തേടാൻ ഹൃദയം മാത്രമായിരുന്നു വഴികാട്ടി. പക്ഷേ പാപ്പാന്മാർക്കാകട്ടെ അവളുടെ ചങ്ങലയും ഇരുമ്പുവളയും മണ്ണിൽ പതിപ്പിച്ച വലിയ പാടുകൾ വഴി കാണിച്ചു കൊടുത്തു. അവർ അവളെ കണ്ടെത്തിയപ്പോഴെല്ലാം അത് പുട്ടപർത്തിയിലേക്ക് നീളുന്ന പാതകളിലായിരുന്നു. വേറെ എന്താണ് അവളുടെ വഴി? ആ മിണ്ടാപ്രാണി എങ്ങനെ അറിഞ്ഞു പർത്തിയിലേക്കുള്ള പാത? ചിലപ്പോൾ 6-7 കിലോമീറ്റർ ദൂരം വരെ അവൾ അങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. സ്വാമി അല്ലാതൊരു ശരണമില്ല അവൾക്ക് എന്ന് ദിനം ചെല്ലും തോറും പാപ്പാന്മാർക്ക് ബോധ്യമായി. ലോകത്തിൽ ഒരു വസ്തുവിനും അരനിമിഷം പോലും അവളുടെ മനസ്സിൽ സ്വാമിയെ മാറ്റി ഇടം പിടിക്കാനാവില്ലെന്നും വ്യക്തമായി. ആ നിർണായക സന്ധിയിൽ സ്വാമി തന്നെ വഴികാട്ടിയായി. പൊടുന്നനെ ഒരു ദിവസം ഭഗവാൻ വനത്തിലെത്തി. ആ സമയം കാട്ടിലുള്ള ഒരു നദിക്കക്കരെ ഗീത നിൽക്കുന്നു. ഭഗവാൻ എത്തിയത് മറുകരയിലും. വസന്തറാവു ഉറക്കെ പറഞ്ഞുപോയി, സ്വാമി വന്നു. മനോരാജ്യത്തിലായിരുന്ന ഗീത ഞെട്ടിയുണർന്നു. ഏതോ ഒരു ശക്തി തന്നിൽ ആവേശിച്ചതുപോലെ ഗീത കുതിച്ചു. നദിക്കക്കരെ നിൽക്കുന്ന അഗ്നിപ്രഭ ആരെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞു. ആ ഗന്ധം അവൾ മണത്തു കഴിഞ്ഞു. മുന്നിലെ പുഴ അവൾക്ക് തടസ്സമായില്ല. ഗീത എടുത്തു ചാടി. പുഴയുടെ സ്വഭാവം എന്തെന്ന് അവൾക്കറിയില്ല. പാറക്കൂട്ടങ്ങളോ വഴുക്കലോ കുത്തിയൊഴുക്കോ എങ്ങനെയെന്നറിയില്ല. ഭ്രാന്തമായ ആവേശത്തോടെ ഗീത നീന്തി. ഗീതയ്ക്ക് അപകടം പിടഞ്ഞാലോ എന്ന് കരുതി പാപ്പാന്മാരിൽ ഒരാൾ പുഴയിലേക്ക് ചാടി പുറകെ നീന്തി. പുഴ കടക്കാൻ സായിശ്വരി തന്നെ അവളെ തുണച്ചു എന്നേ പറയേണ്ടു. ഗീത മറുകരയിലെത്തി. നീന്തി തളർന്നു കുഴഞ്ഞ് അവൾ സ്വാമിക്കരികിലെത്തി. ബംഗാരൂ, വാത്സല്യത്തോടെ സ്വാമി വിളിച്ചു. അവളെ തലോടി. കാണാതെ പോയ ഓമനപുത്രിയെ കണ്ടെത്തിയപ്പോഴത്തെ ഭാവം സ്വാമിയിൽ നിറഞ്ഞു തുളുമ്പി. കയ്യിൽ കരുതിയിരുന്ന ആപ്പിളുകൾ സ്വാമി അവളുടെ വായിൽ വെച്ചുകൊടുത്തു. വികാരപരവശതയാൽ അവൾക്കത് കഴിക്കാൻ കൂടി കഴിഞ്ഞില്ല. കവിളിന്റെ ഒരു വശത്ത് അവൾ അത് സൂക്ഷിച്ചു. ഭഗവാൻ ഓരോന്ന് കൊടുക്കുമ്പോഴും യാന്ത്രികമായി വാ തുറന്നു കൊടുത്തു, അത്ര തന്നെ. ഒരു പഴം പോലും അവൾ കഴിച്ചില്ല.
കുറച്ചു നേരം സ്വാമി വനത്തിൽ നിന്നു. പിന്നീട് മെല്ലെ കാറിനടുത്തേക്ക് നടന്നു. കണ്ണീരോടെ ഗീത പിടഞ്ഞു. കുറച്ചു ദിവസം കൂടി വനത്തിൽ കഴിയുക, ഭഗവാൻ പാപ്പാന്മാർക്ക് നിർദ്ദേശം നൽകി. സ്വാമി കാറിൽ കയറി. ഭഗവാന്റെ കാർ മെല്ലെ നീങ്ങി. തനിക്ക് നിമിഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച പരമാനന്ദം തട്ടിത്തകർന്ന് താൻ നരകക്കുണ്ടിൽ പതിച്ചതുപോലെ ഗീതയ്ക്ക് തോന്നി. അവൾ ഉറക്കെ കരഞ്ഞു. സ്വാമി കൊടുത്ത ഒരു കടി പോലും ഏൽക്കാത്ത പഴങ്ങൾ തറയിൽ ചിതറി വീണു. ഇത്ര ദയനീയമായി ഇതിനു മുമ്പ് ഗീത കരഞ്ഞതായി പാപ്പാന്മാർ കേട്ടിട്ടില്ല. അവരും കരഞ്ഞുപോയി. ഭഗവാന്റെ സന്ദർശനത്തോടെ ദർശനദാഹം ഗീതയിൽ ആളിക്കത്തി. രാത്രി കാലങ്ങളിൽ വനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അവൾ കൂടുതൽ ആവർത്തിച്ചു. ഗീത ശരിക്കും അപകടത്തിൽ വീഴുമോ എന്ന് വരെ പാപ്പാന്മാർ ഭയന്നു. ഒരു അർദ്ധരാത്രി ഭഗവാൻ വൃന്ദാവനത്തിൽ, ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ്. പെട്ടെന്ന് ഭഗവാന്റെ വസതിയുടെ വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം. ഭഗവാനൊപ്പം ഉണ്ടായിരുന്ന രാമബ്രഹ്മം പരിഭ്രമിച്ചു പോയി. നക്സലുകളുടെ ഉപദ്രവമുള്ള സമയവുമാണ്. അദ്ദേഹം ഭഗവാനോട് ഭയത്തോടെ പറഞ്ഞു, ആരോ വാതിലിൽ മുട്ടുന്നു. നക്സലേറ്റുകളാണെന്ന് തോന്നുന്നു സ്വാമി. അദ്ദേഹം ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. സ്വാമി പറഞ്ഞു, പേടിക്കണ്ട, അത് നക്സലേറ്റുകളൊന്നുമല്ല. പിന്നീട് ഭഗവാൻ ഉറക്കെ വിളിച്ചു, ഗീതാ. ഉടൻ അതിന് പ്രതികരണം എന്ന പോലെ ഗീതയുടെ ചിഹ്നം വിളി ഉയർന്നു. സ്വാമി പറഞ്ഞു, നോക്കൂ, അത് അവളാണ്, ഗീത. വനത്തിൽ നിന്നും ഓടി വരികയാണ്. എന്നെ കാണാത്തതിൽ അവൾ അസ്വസ്ഥയാണ്. പേടിക്കണ്ട, വാതിൽ തുറക്കൂ. വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച അത്യന്തം ദയനീയം. ഗീത കിതയ്ക്കുന്നു. ശരീരത്തിൽ പലയിടത്തും ധാരാളം മുറിവുകൾ. മുറിവിൽ നിന്നും അപ്പോഴും രക്തമൊഴുകുന്നു. കാട്ടിലെ കല്ലും മുള്ളും അവളെ ആകെ കുത്തിക്കേറിയിരിക്കുന്നു. ആ രംഗം അയവിറക്കിക്കൊണ്ട് ഒരിക്കൽ സായീശ്വരി വിദ്യാർത്ഥികളോട് പറഞ്ഞു, അതെ, അവൾക്ക് ഒന്നിൽ തന്നെയായിരുന്നു സദാശ്രദ്ധ. എന്നിൽ മാത്രം. ഇതുപോലെ ഒരു ഉദാത്തമായ വിശിഷ്ടമായ ജീവിതം മറ്റാരിലും ഞാൻ കണ്ടിട്ടേയില്ല. സത്യനാരായണനും വസന്തറാവുവും ഗീതയുടെ അപ്പോഴത്തെ അവസ്ഥ സ്വാമിയെ അറിയിച്ചു. ഗീത ഒരു കൊമ്പനുമായും കൂട്ടുകൂടിയിട്ടില്ല, കൂട്ടുകൂടുകയുമില്ല. സ്വാമിയെ മാത്രം മതി ഗീതയ്ക്ക്. ഇക്കണക്കിന് കാട്ടിൽ കഴിഞ്ഞാൽ അവൾ വല്ല അപകടത്തിലും ചാടുമോ എന്ന് ഞങ്ങൾക്ക് ഭയം. ഭഗവാൻ നിർദ്ദേശിച്ചു, പുട്ടപർത്തിയിലേക്ക് മടങ്ങുക. ഈറ്റില്ലം. അങ്ങനെ സായി ഗീതയും പാപ്പാന്മാരും മടങ്ങിയെത്തി. ഇതോടുകൂടി മറ്റൊരു ദിവ്യലയിലേക്കുള്ള രംഗം ഒരുങ്ങുകയായിരുന്നു. ഇത്രയും കാലം സംഭവിച്ച കാര്യങ്ങൾ ആർക്കും അറിയില്ല. സായി ഗീത വനവാസവും ഗൃഹസ്ഥ ജീവിതവും സന്തോഷത്തോടെ കഴിച്ചുകൂട്ടി മടങ്ങിയതായി പലരും കണക്കുകൂട്ടി. തങ്ങളുടെ ഉപദേശം നന്നായിരുന്നു എന്ന് സ്വയം മതിപ്പ് തോന്നുകയും ചെയ്തു. അവരുടെ പ്രാർത്ഥന പ്രകാരം സ്വാമി വെറ്റിനറി ഡോക്ടറെ വരുത്തി ഗീതയെ പരിശോധിക്കാൻ നിർദ്ദേശിച്ചു. ഡോക്ടർ ഗീതയുടെ മൂത്രം പരിശോധിച്ചു. പിന്നീട് വെളിപ്പെടുത്തി ഗീത ഗർഭിണിയാണ്. എല്ലാവർക്കും സന്തോഷമായി. രണ്ടുപേർ മാത്രം അതിനെ അനുകൂലിച്ചില്ല, പാപ്പാന്മാരായ വസന്തറാവും സത്യനാരായണനും. ഗീത മറ്റാനകളുമായി കൂട്ടുകൂടിയിട്ടേ ഇല്ലെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. സ്വാമിയാകട്ടെ ഇക്കാര്യത്തിൽ തികഞ്ഞ മൗനത്തിലും. മാത്രമല്ല, മുതിർന്നവരുടെ അഭിപ്രായത്തെ സ്വാമി അനുകൂലിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നിലകൊള്ളുകയും ചെയ്തു. വാർത്ത ഭക്തജനങ്ങൾക്കിടയിൽ ചൂടോടെ പരന്നു. ഗീത ഗർഭിണിയാണ്. എല്ലാവർക്കും ആഹ്ലാദം. സ്വാമിയുടെ ഓമനപുത്രി അമ്മയാകാൻ പോകുന്നു. സ്വാമി ഗീതയുടെ ഗർഭകാല വിശേഷം തിരക്കാൻ എന്ന വണ്ണം മിക്കവാറും ഗീതയുടെ കൊട്ടിലിൽ ചെല്ലും. അവളുടെ ദേഹസ്ഥിതി, ആരോഗ്യം, ഭക്ഷണം എന്നിവയെ കുറിച്ച് തിരക്കും, നിർദ്ദേശങ്ങൾ നൽകും. ഒരിക്കൽ കസ്തൂരിയോട് സ്വാമി ഗീതയുടെ ഉദരം ചൂണ്ടി ചോദിച്ചു, നോക്കൂ കസ്തൂരി, അവളുടെ ഉദരത്തിൽ കുഞ്ഞ് അനങ്ങുന്നില്ലേ? താങ്കൾക്ക് അത് കാണാൻ കഴിയുന്നുണ്ടോ? ഭഗവാന്റെ ഇത്തരം നാട്യം ശരിക്കും ഏറ്റു. ഗർഭിണിക്കുള്ള പരിചരണം തീവ്രമായി നടന്നു. എല്ലാവരും കാത്തിരിക്കുന്ന ദിവസം അടുക്കാറായി. അടുത്ത ആഴ്ച ഗീത പ്രസവിക്കുമെന്ന് ഡോക്ടർ കൃത്യമായി പ്രവചിച്ചു. പർത്തി ഗ്രാമം ആനന്ദത്തിൽ. ഗ്രാമീണർ ഗീതയ്ക്കായി വഴിപാടുകൾ നേർന്നു. പലരും അർച്ചനാദികൾ ചെയ്തു. സ്വാമി ഇതൊക്കെ വലിയ ആകാംക്ഷയോടെ കണ്ടു നടന്നു. ഗീത പ്രസവിക്കുമെന്ന് പറഞ്ഞ ദിവസമായി. പിരിമുറുക്കത്തിന്റെ നിമിഷങ്ങൾ, മണിക്കൂറുകൾ കഴിഞ്ഞു. പ്രതീക്ഷിച്ച വാർത്ത ഈറ്റില്ലത്തിൽ നിന്ന് ഉയർന്നില്ല. ജനങ്ങൾ വല്ലാതായി. പ്രസവ സമയം കഴിഞ്ഞു, ഒരു വാർത്തയും കേൾക്കാനില്ല. ആരോട് ചോദിക്കും? മണിക്കൂറുകൾ കഴിഞ്ഞു. പ്രസവം നീളുന്നതിന്റെ കാരണം മാത്രം കേട്ടില്ല. ജനം വിഷമിച്ചു തുടങ്ങി. ഊഹാപോഹങ്ങൾ ഉയർന്നു തുടങ്ങി. ഒടുവിൽ ഡോക്ടർ തന്നെ വാർത്ത പുറത്തുവിട്ടു. ഗീത ഗർഭിണിയായിരുന്നില്ല. വാർത്ത ഔദ്യോഗികമായി ഭഗവാനെ അറിയിച്ചു. അപ്പോൾ ചുറ്റിനും ഉണ്ടായിരുന്ന ഭക്തജനങ്ങളോട് ഭഗവാൻ ഉറച്ച ശബ്ദത്തിൽ അഭിമാനത്തോടെ പ്രഖ്യാപിച്ചു, എനിക്കതറിയാം. അവൾ ശുദ്ധ ബ്രഹ്മചാരിണിയാണ്. അവൾ എനിക്ക് വേണ്ടി മാത്രം വന്നവളാണ്. അവൾ ഒരിക്കലും മറ്റൊരാനയുമായി കൂട്ടുകൂടുകയേയില്ല. ഗീതയ്ക്ക് മടി. ഗീതയ്ക്ക് പുതിയ കൊട്ടിൽ പണിതു, മനോഹരമായ കൊട്ടിൽ. പക്ഷെ ഗീതയ്ക്ക് അതിനകത്ത് കയറാൻ മടി. ഉദ്ഘാടന സമയം അവൾ അതിൽ കയറാൻ വിമുഖത കാണിക്കുകയും ചെയ്തിരുന്നു. സ്വാമി അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ഗീത അവിടെ കയറാൻ താല്പര്യം കാണിച്ചില്ല.
പെദ്ദറെഡ്ഡി വളരെ അനുനയിപ്പിച്ചാണ് ഗീതയെ പുതിയ കൊട്ടിലിൽ കയറ്റിയത്. അവൾക്ക് കോൺക്രീറ്റും സിമെന്റും കൊണ്ടുണ്ടാക്കിയ ആനപ്പന്തി ഇഷ്ടപ്പെട്ടു കാണില്ലെന്ന് പലരും കരുതി. അധികം താമസിയാതെ തന്റെ സമാധി സ്ഥലം അതായിരിക്കുമെന്ന് യോഗിതുല്യയായ ഗീത അറിഞ്ഞിരുന്നിരിക്കണം. കാരണം പിന്നീടുള്ള സംഭവ പരമ്പരകൾ അതിലേക്കാണ് വെളിച്ചം വീശുന്നത്. ചിഹ്നകഥ. എന്റെ ഓരോ തുള്ളി രക്തം. കുടിജല പദ്ധതിക്കായി ബാങ്ക് ലോൺ എടുത്തപ്പോൾ ഭഗവാൻ സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്നവരോടായി അരുളി, ധാർമ്മികമായി ഓരോ പൈസയും ചിലവഴിക്കുക. അപ്പോഴൊക്കെ ഒരു കാര്യം ഓർമ്മിക്കുക, നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ പൈസയും എന്റെ ഓരോ തുള്ളി രക്തമാണ്. ഇക്കാര്യം മറക്കരുത്. ഓം തത് സത്ത്.